അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ സൂറത്ത് സബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽ ജവാബി വഖുദൂരി റാസിയാത്ത്. ജിന്നുകളെ സംബന്ധിച്ച് അവർ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി സുലൈമാൻ നബി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന മെഹ്റാബുകളും പള്ളികളും ആരാധനാലയങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതിലൂടെ ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, അവരുടെ സഹായം അള്ളാഹു തആല വഴി കിട്ടും എന്ന് വളരെ വ്യക്തമായി ഖുർആനിലൂടെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, വകാനത്തിൽ ജിന്നു തഅമലു ലി സുലൈമാനൽ മസാജിദ വൽ ഖുസൂർ. ജിന്നുകൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി പള്ളികളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും ജിന്നുകളെ കൊണ്ട് പള്ളികൾ നിർമ്മിക്കുമായിരുന്നില്ലല്ലോ. ആ പള്ളികളിലാണല്ലോ എത്രയോ കോടിക്കണക്കിന് വിശ്വാസികൾ നിസ്കരിച്ചതും. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ആജ്ഞപ്രകാരം ദീനിനു വേണ്ടിയുള്ള സഹായങ്ങൾ സ്വാലിഹീങ്ങളായ ജിന്നുകളെ കൊണ്ട് ചെയ്യുമായിരുന്നു. പലപ്പോഴും നാം ചരിത്രം പഠിക്കാതെ ജിന്ന് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷൈത്വാനാണ്. ഷൈത്വാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ചയില്ല. ഷൈത്വാൻ എന്ന് പറഞ്ഞാൽ റജീമാണ്, അത് ശപിക്കപ്പെട്ടതാണ്. നമ്മുടെ ചർച്ച സ്വാലിഹീങ്ങളായ മനുഷ്യർ ഉള്ളതുപോലെ സ്വാലിഹീങ്ങളായ ജിന്നുകളും ഉണ്ട്. മുഹീദ്ദീൻ മാലയിൽ തന്നെ നമുക്കൊരുപാട് വിഷയങ്ങൾ അതിൽ പഠിക്കാനും ഉണ്ട്. മുഹീദ്ദീൻ മാലയിൽ ജിന്നുകൾ ഗൗസുൽ ആദം തങ്ങളുടെ മഹത്വം അംഗീകരിച്ച വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ജിന്നുകൾ ഗൗസുൽ ആദം തങ്ങളുടെ മുമ്പിൽ ഖിദ്മത്ത് എടുക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ജിന്നുകളെ കൊണ്ട് ഗൗസുൽ ആദം തങ്ങൾ പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചതായിട്ട് അറിയുന്നുണ്ട്. ഔലിയാക്കന്മാരിൽ ഭൂരിഭാഗം ആളുകൾക്കും ജിന്നുകളുടെ ഖിദ്മത്ത് അവരെ കൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യിക്കാറുമുണ്ട്. ഖുർആൻ ചികിത്സാ മേഖലയിൽ, ആത്മീയ ചികിത്സാ മേഖലയിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ തലയെടുപ്പുള്ള സാദാത്യങ്ങളും പണ്ഡിതന്മാരുമൊക്കെയും സ്വാലിഹീങ്ങളായ ജിന്നുകളുടെ ഖിദ്മത്തിലൂടെയാണ് ചികിത്സാ രീതികളും ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം ജിന്ന് എന്ന് പറയുന്നത് രണ്ട് വിഭാഗമാണ്. ഒന്ന് കാഫിറാണ്, ഒന്ന് സ്വാലിഹാണ്. കാഫിറായ ജിന്നുകളെക്കുറിച്ച് നമുക്കിവിടെ ചർച്ചയില്ല. വളരെ ജിന്നുകളിൽ മഷ്ഹൂറായിട്ടുള്ള വളരെ ചില ജിന്നുകളുടെ പേരാണ് മൈമൂൻ, അബിയൽ, മുറ, അഹ്മർ, ബർഖാൻ, ശംഹൂറഷ്. ഇതൊക്കെ ഖുത്ബിയത്തിലും ഇതൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പം ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം, ഇപ്പോൾ അബ്ബാസ്, മൈമൂൻ അത് മുസ്ലിം ജിന്നുകളാണ്, ഔലിയാക്കളുടെ സേവകരായ ജിന്നുകളാണ്. അതുപോലെ ചില കറാമത്തുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ ഖിദ്മത്ത് ചെയ്യുന്ന ജിന്നുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജിന്ന് മഹ്ലറ അല്ലെങ്കിൽ ആ മജ്ലിസിൽ എന്താണ് നടക്കുന്നത് എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് വിധി എഴുതാൻ പാടുള്ളൂ. സൂറത്ത് സബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വമിനൽ ജിന്നി മയ്യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി. ജിന്നുകളിൽ ചിലർ അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ജോലി ചെയ്തിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭൂരിഭാഗം ഉലമാക്കളും പറയുന്നത് മുസ്ലിം ജിന്നുകൾ ചില ഔലിയാക്കളെ സ്നേഹിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യാം. അള്ളാഹുവിൻ്റെ അനുമതിയോടെ ചില സഹായങ്ങളും സംഭവിക്കാം. ഇത് നല്ലതുപോലെ നാം പഠിക്കണം. അതുകൊണ്ട് ഒരു മജ്ലിസ് നടക്കുമ്പോൾ ആ മജ്ലിസിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബ്, അതുപോലെ ഖലായിദുൽ ജവാഹിർ എന്ന കിതാബ്, ഇതിലൊക്കെ
ജിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിയെ ജിന്ന് കൊണ്ടുപോയി ജിന്നെ വിളിപ്പിച്ച് കുട്ടിയെ കൊണ്ടുവന്ന സംഭവം, ജിന്നുകളുടെ നേതാക്കൾ ഹാജരായ സംഭവങ്ങൾ, ജിന്നുകൾ ഇസ്ലാം മതം സ്വീകരിച്ച സംഭവങ്ങൾ, ഇതൊക്കെ ഖലാഇദുൽ ജവാഹിറിലും ഒക്കെ ഈ വിഷയങ്ങൾ, ഖലാഇദുൽ ജവാഹിർ ഫി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന കിതാബിലൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഔസുൽ ആലം തങ്ങളുടെ മജ്ലിസിൽ വകാന യഹ്ദുറു മജ്ലിസഹുൽ ഇൻസ് വൽ ജിന്നു, ഔസുൽ ആലം തങ്ങളുടെ സദസ്സിൽ മനുഷ്യരും ജിന്നുകളും ഹാദിറാകുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. അതുപോലെ വതാബ അലാ യദഹി ഖൽഖുൻ കസീറുൻ മിനൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട അനേകം സൃഷ്ടികൾ ഔസുൽ ആലം തങ്ങൾ വഴി തൗബ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെറുത്ത് കളയാൻ പറ്റുന്ന ഒരു വിഭാഗം ഒന്നും അല്ല ജിന്നുകൾ എന്ന് പറയുന്നത്. ഈ ജിന്ന് മഹ്ളറ അല്ലെ ജിന്ന് മജ്ലിസ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ പരിപാടിയിൽ അതിൻ്റെ മാനദണ്ഡം, അതിനെ അംഗീകരിക്കണം, ആ മജ്ലിസിനെ അംഗീകരിക്കണം. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവിടെ ഖുർആൻ പാരായണം, ദിക്ർ, ദുആ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകളോ സ്വലാത്തുകളോ ആണ് എങ്കിൽ ആ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും പറയാനില്ല. മറിച്ച് അതൊന്നുമല്ല, ഷിർക്കിൻ്റെ വിഷയങ്ങളാണ് അവിടെ നടക്കുന്നെങ്കിൽ മാത്രമേ ആ മജ്ലിസിനെ തള്ളിപ്പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് മറുപടി പറയാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ വെറുതെയുള്ള സമയം പോക്കൽ മാത്രമാണെന്നേ പറയാനുള്ളൂ. വിഷയങ്ങൾ നല്ലതുപോലെ പഠിക്കണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ നല്ല മഹാന്മാരായ പണ്ഡിതന്മാരുടെ അവരുടെ നാവിലൂടെ, അതുപോലെ നല്ല തഖ്വയുള്ള മഹാന്മാരുമായി ചർച്ച ചെയ്താൽ അവർ ആ വിഷയങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ 3, 4, 5, 10 കൊല്ലം ഓതിയ കിതാബുകളിൽ നിന്ന് ജിന്നുകളെക്കുറിച്ച് പറയാൻ നടന്നാൽ അവസാനം ജിന്നുകളിൽ നിന്ന് തന്നെ സ്വാലിഹീങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അടി കിട്ടേണ്ട ഗതികേട് പോലും വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അറിവില്ലാത്ത വിഷയങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് വിധി എഴുതുക. मौला दा नाम लइए, अल्लाह दा नाम लइए, 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 मौला दा नाम लइए, एक पल्ला मिल होइए, सुबह ते शाम लइए, अल्लाह दा नाम लइए, मौला दा नाम लइए, अल्लाह 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 दा नाम लइए, मौला दा नाम लइए, हर शै दा खालिक अल्लाह, मालिक तेरा जित अल्लाह, हर